കഴിഞ്ഞ ക്ലാസ്സിൽ ദ ബോയ് ഹു ഡ്രൂ ക്യാറ്റ്സിന്റെ കുറെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു, തുടക്കമൊക്കെ പറഞ്ഞു. എന്തായിരുന്നു പറഞ്ഞത്? ഇത് ജപ്പാനിലുള്ള ഒരു ഒരു കൊച്ചുകുട്ടിയുടെ കഥയാണ് അല്ലെ. അപ്പൊ അവിടെ ഒരു കർഷകന് ഒരുപാട് മക്കളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇളവനായിരുന്നു ആര്? ഒരു ലിറ്റിൽ ബോയ് അല്ലെ. അപ്പൊ അവനൊരു ഫാർമർ ആകാനുള്ള ശാരീരിക ഘടനയൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു? ഇവനൊരു പ്രീസ്റ്റ് ആക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവന്റെ പാരന്റ്സ് ഒരു പ്രീസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടാക്കുകയാണ്. അവിടെ എക്കലറ്റ് ആയിട്ട് അല്ലെ, പ്രീസ്റ്റിന്റെ ഹെൽപ്പറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യാണ്? പ്രീസ്റ്റിന്റെ അരികിലേക്ക് കൊണ്ടുപോവുക. പക്ഷെ പ്രീസ്റ്റിന്റെ അരികിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവൻ നല്ല ബുദ്ധിമാനായിട്ടുള്ള പയ്യനാണ്. പ്രീസ്റ്റിന് അവനെ വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾക്കും ഇവന് പഠിക്കാനൊക്കെ വളരെ മിടുക്കനാണ് ഇവൻ. പക്ഷെ എന്താ പ്രശ്നം? എവിടെ ഒരു ഫ്രീ സ്പേസ്, എംപ്റ്റി സ്പേസ് കണ്ടു കഴിഞ്ഞാൽ അവൻ അവിടെയൊക്കെ പൂച്ചകളുടെ പടം വരച്ചു അല്ലെ. അപ്പൊ പ്രീസ്റ്റ് എത്ര പറഞ്ഞിട്ടും വഴക്ക് പറഞ്ഞിട്ടും ഒന്നും ഇവൻ എന്ത് ചെയ്യുന്നില്ല, ഇവൻ അതൊന്നും മൈൻഡ് ആക്കുന്നേ ഇല്ല. ഇവൻ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്? ഈ ക്യാറ്റ്സിനെ വരയ്ക്കുന്നത് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ പ്രീസ്റ്റ് പറയുകയാണ്, എന്താ നീ ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. കാര്യം നിനക്കൊരു അക്കലൈറ്റ് ആവാനുള്ള ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ക്വാളിറ്റി കുറവാണ്. നീ എന്താവുക? നീ ഒരുപക്ഷെ ഒരു ആർട്ടിസ്റ്റ് ആയേക്കാം. കാരണം നീ വരയ്ക്കുന്നത് അത്രയും മനോഹരമായ ചിത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യുക? നീ ഇവിടെ നിന്ന് നിന്റെ ഫ്യൂച്ചർ സ്പോയിൽ ചെയ്യാണ്ട് നീ പോവുക. നീ പോയി നീ ഒരു ആർട്ടിസ്റ്റ് ആകാൻ. അപ്പോഴെന്താ ഇവന് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി പോവുകയാണ്. അങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഇവന് വീട്ടിലേക്ക് പോകാൻ ഭയമാണ്. കാര്യം എന്താ? വീട്ടിലേക്ക് പോയി കഴിഞ്ഞാല് പ്രീസ്റ്റ് പറഞ്ഞത് അനുസരിക്കാത്തതുകൊണ്ട് അച്ഛൻ ഉറപ്പായിട്ട് ഇവനെ പണിഷ് ചെയ്യുന്നത്. അങ്ങനെ ഇവൻ കരുതി മറ്റൊരു സ്ഥലത്തുള്ള ഒരു ടെമ്പിളിലേക്ക് പോകാം അല്ലെ. കുറച്ചുകൂടി വലിയൊരു ടെമ്പിൾ അവിടെ ഉണ്ട്. അവിടെ ധാരാളം പ്രീസ്റ്റുമുണ്ട്. അപ്പൊ അവിടേക്ക് പോയി അവിടെയുള്ള ഏതെങ്കിലും ഒരു പ്രീസ്റ്റിന്റെ അക്കലൈറ്റ് ആയിട്ട് ഹെൽപ്പറായിട്ട് അവിടെ കൂടാം എന്ന് കരുതി ഇവൻ എന്ത് ചെയ്യാണ്? ഈ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി അടുത്ത ടെമ്പിളിലേക്ക് പോകും. പക്ഷെ ആ ടെമ്പിളിൽ എന്താ പ്രശ്നം? നമ്മൾ പറഞ്ഞതാണ് അല്ലെ. ആ ടെമ്പിളിൽ എന്തായിരുന്നു പ്രശ്നം? അവിടെ ഒരു ഗോബ്ലിൻ ബിഗ് റാറ്റ് അല്ലെ വന്നിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? അവിടെയുള്ള ആൾക്കാരെ എല്ലാം ഓടിച്ച് അവൻ അവിടെ പ്രോസസ് ചെയ്ത് കൈവശം വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഗോബ്ലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ധീരന്മാരായിട്ടുള്ള ഒരുപാട് വാരിയേഴ്സ് അവിടേക്ക് വന്നു. പക്ഷേ അവരെല്ലാവരും പിന്നെ എന്താണ്? അവരെ ആരെയും പിന്നെ ആരും ജീവനോട് കൂടി കണ്ടിട്ടില്ല. അതായത് അവിടേക്ക് വന്ന എല്ലാവരെയും ആര് കൊന്നു? ഗോബ്ലിൻ കൊന്നു. ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? പക്ഷെ ഇവൻ ഇതൊന്നും അറിയാണ്ട് എന്ത് ചെയ്യുകയാണ്? ഇവൻ അവിടേക്ക് പോവുകയാണ്. അങ്ങനെ പോകാൻ തുടങ്ങുന്ന സമയം, ഇവന് ടെമ്പിൾ വിട്ട് ഇറങ്ങാൻ സമയം ഇവന്റെ പ്രീസ്റ്റ് ഒരു അഡ്വൈസും കൊടുത്തിരുന്നു. എന്തായിരുന്നത്? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ഇറ്റ് ടു സ്മോൾ അല്ലെ. അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്. രാത്രി കാലങ്ങളിൽ നീ ലാർജ് പ്ലേസ്, വലിയ സ്ഥലങ്ങൾ ഉപേക്ഷിക്കുക, ചെറിയ സ്ഥലങ്ങളിൽ തങ്ങുക എന്നതാണ്. അപ്പൊ അത് പറഞ്ഞതിന് ശേഷമാണ് ഇവൻ എന്ത് ചെയ്യുന്നത്? ഈ ബിഗ് ടെമ്പിളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ എന്ത് ചെയ്തു? ഈ പ്രീസ്റ്റ് പറഞ്ഞതിന്റെ അർത്ഥം ഒന്നും ഇവന് മനസ്സിലായില്ല. എന്താണ് ഇദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് ഒന്നും മനസ്സിലായില്ല. അദ്ദേഹത്തിനോട് പിന്നീട് ചെന്നിട്ട് ചോദിക്കാനും അവനൊരു ഭയമായിരുന്നു. കാര്യം എന്താണ്? അദ്ദേഹത്തെ അനുസരിക്കാത്തതുകൊണ്ട് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കാനും അവന് മടിയായിരുന്നു. ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചു. അങ്ങനെ എന്താണ്? അവൻ അവിടെ നിന്നിറങ്ങി ഈ ഗോബ്ലിൻ റാറ്റ് താമസിക്കുന്ന ഈ ടെമ്പിളിലേക്ക് എത്തുകയാണ്. പക്ഷെ ഇവൻ അറിയുന്നില്ല അവിടെ ഗോബ്ലിൻ ആണെന്ന്. അവന്റെ മനസ്സ് നിറയെ എന്താണ്? ഇവിടെ ചെന്ന് ഒരു പ്രീസ്റ്റുമായിട്ട് എന്ത് ചെയ്യുക? അദ്ദേഹത്തിനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് അദ്ദേഹത്തിന് സഹായിയായി കൂടുക. ഒരു പ്രീസ്റ്റ് ആവണമെന്ന് തന്നെയാണ് ആഗ്രഹം. കാര്യം അച്ഛൻ പ്രീസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവിട്ടിരിക്കുന്നത്. അപ്പൊ പ്രീസ്റ്റ് ആകാണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഇദ്ദേഹം അച്ഛൻ എന്ത് ചെയ്യും? ഇവനെ പണിഷ് ചെയ്യും. അപ്പൊ ആ ഭയവും അവനുണ്ട്. ഓക്കെ, അങ്ങനെ അവൻ എന്ത് ചെയ്യുകയാണ്? ആ ബിഗ് ടെമ്പിളിലേക്ക് പോവുകയാണ്. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ബാക്കി നോക്കാം നമുക്ക്. When he got to the village, it was already dark, and all the people were in bed. But he saw the big temple on a hill at the other end of the principal street, and he saw there was a light in the temple. People who tell the story say the goblin used to make the light in order to tempt lonely travelers to ask for shelter. The boy went at once to the temple and knocked. There was no sound inside. He knocked and knocked again, but still nobody came. At last, he pushed gently at the door and was quite glad to find that it had not been fastened. So he went in and saw a lamp burning, but no priest. നമുക്ക് നോക്കാം. When he got to the village, അവൻ ആ വില്ലേജിലേക്ക്, അതായത് ആ ബിഗ് ടെമ്പിൾ ഉള്ള വില്ലേജിലേക്ക് എത്തിച്ചേർന്നപ്പോൾ
ഇറ്റ് വാസ് ഓൾറെഡി ഡാർക്ക്. എങ്ങനെയാണത്? ഡാർക്ക് അല്ലെ, ഇരുട്ടി. അപ്പൊ ഇരുട്ട് വീണതിന് ശേഷമാണ് ഇദ്ദേഹം ഈ ലിറ്റിൽ ബോയ് എവിടെ എത്തിച്ചേരുന്നത്? ആ ടെമ്പിളിൽ എത്തിച്ചേരുന്നത്. ആൻഡ് ഓൾ ദ പീപ്പിൾ വെയർ ഇൻ ബെഡ്. എല്ലാ ആൾക്കാരും, ആ ഗ്രാമത്തിലെ എല്ലാ ആൾക്കാരും എന്ത് ചെയ്ത് കഴിഞ്ഞു? they were all in bed. എല്ലാവരും ഉറങ്ങി. But he saw the big temple on a hill at the other end of the principal street. അല്ലെ, but he saw, പക്ഷേ എന്നിരുന്നാലും അവൻ കണ്ടു എന്താണ്? The big temple on a hill at the other end of the principal. ഈ പ്രിൻസിപ്പൽ മെയിൻ സ്ട്രീറ്റിന്റെ അതർ എൻഡിലായിട്ട് മറ്റൊരു വശത്തായിട്ട് ആ ബിഗ് ടെമ്പിൾ അവൻ കണ്ടു. And he saw there was a light in the temple. മാത്രമല്ല അവൻ എന്തും കണ്ടു? There was a light in the temple. അല്ലെ, ആ ടെമ്പിളില് ലൈറ്റും കണ്ടു, പ്രകാശവും കണ്ടു. പീപ്പിൾ ഹു ടെൽ ദ സ്റ്റോറി, അല്ലെ, ഈ കഥകളെല്ലാം, ഗോബ്ലിന്റെ കഥകളെല്ലാം പറയുന്ന ആൾക്കാർ പറയുന്നത് എന്താന്ന് വെച്ചാല്, സേ ദ ഗോബ്ലിൻ യൂസ്ഡ് ടു മേക്ക് ദാറ്റ് ലൈറ്റ്. അല്ലെ, ആരാണ് ആ ലൈറ്റ് അവിടെ കത്തിച്ചു വെച്ചിരിക്കുന്നത്? ആ ഗോബ്ലിനാണ് ആ ലൈറ്റ് അവിടെ കത്തിച്ചു വെച്ചിരിക്കുന്നത്. In order to tempt lonely travelers to ask for shelter. ഇതിനു വേണ്ടിയിട്ടാണ് ലോൺലി ട്രാവലേഴ്സിനെ ടെംപ്റ്റ് ചെയ്യാൻ പ്രലോഭിപ്പിക്കുക. അല്ലെ, അതുവഴി പോകുന്ന ലോൺലി ആയിട്ടുള്ള ഒറ്റപ്പെട്ട യാത്രക്കാരെ എല്ലാം അങ്ങോട്ടേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗോബ്ലിൻ എന്ത് ചെയ്യുന്നത്? ഈ ലൈറ്റ് അവിടെ കത്തിച്ചു. അപ്പൊ രാത്രി കാലങ്ങളിൽ ആൾക്കാർ, അതുവഴി യാത്ര ചെയ്യുന്ന ആൾക്കാർ ഈ പ്രകാശം കണ്ട് അവിടേക്ക് ചെന്ന് കയറും. അവരെ എല്ലാം എന്ത് ചെയ്യും? ഈ ഗോബ്ലിൻ പിടിച്ച് കഴിക്കും. അല്ലെ, അതാണ് സംഭവം. The boy went at once to the temple and knocked. The boy went at once to the temple. ആ ബോയ് എന്ത് ചെയ്തു? ആ ടെമ്പിളിലേക്ക് കയറി. ആ knocked, അല്ലെ, എന്നിട്ടോ അവനൊന്ന് നോക്കി, ഡോറിലൊന്ന് കൊട്ടി. There was no sound inside. അല്ലെ, അകത്തുനിന്ന് എന്ത് കേൾക്കുന്നില്ല? ശബ്ദങ്ങളൊന്നും തന്നെ കേൾക്കുന്നില്ല. He knocked and knocked again. അവൻ വീണ്ടും എന്ത് ചെയ്തു? നോക്ക് ചെയ്തു. But still nobody came. പക്ഷെ അപ്പോഴും still nobody came. ആരും തന്നെ വന്നു. At last, അവസാനം, he pushed gently at the door. അല്ലെ, അവൻ ആ ഡോറിൽ വളരെ ജെന്റിലായിട്ട്, വളരെ സാവധാനം ഒന്ന് പുഷ് ചെയ്തു, ഒന്ന് താഴെ. And was quite glad to find that it had not been fastened. അല്ലെ, it had not been fastened. അത് എന്ത് ചെയ്തിരുന്നില്ല? fastened എന്ന് വെച്ചാൽ ലോക്ക്. അല്ലെ, ആ ഡോറ് ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ he was quite glad. അവന് കുറച്ച് സന്തോഷമായി. അല്ലെ, അങ്ങനെ അവൻ എന്ത് അതിന്റെ അകത്തേക്ക് കയറാൻ അവന് സാധിച്ചു. So he went in and saw a lamp burning but no priest. അല്ലെ, so he went in, അങ്ങനെ അവൻ അകത്തേക്ക് പോയി. and എന്താണ്? saw a lamp burning, അവിടെ ഇരുന്നുകൊണ്ട് ഒരു ലാമ്പ് ബേൺ ചെയ്യുന്നത്, ഒരു വിളക്ക് കത്തുന്നത് അവൻ കണ്ടു. but no priest. പക്ഷെ എന്തില്ല? ആരും തന്നെ, ഒരു പ്രീസ്റ്റിനെ പോലും അവിടെ ഇരുന്ന് കാണാം. He thought some priest would be sure to come very soon. And he sat down and waited. Then he noticed that everything in the temple was grey with the dust and thickly spun over the cobwebs. So he thought to himself that the priest would certainly like to have an acolyte to keep the place clean. He wondered why they had allowed everything to get so dusty. What most pleased him, however, were some big white screens good to paint cats upon. Though he was tired, he looked at once for a writing box and found one and ground some ink and began to paint cats. Okay. He thought, avan chindichu. Na chindichadu, some priest would be sure to come very soon. Some priest, ഏതെങ്കിലും ഒരു പുരോഹിതൻ sure to come very soon. അല്ലെ, ഉറപ്പായും എന്ത് ചെയ്യും? ഉടനെ തന്നെ അവിടേക്ക് എത്തുമെന്ന് അവൻ കണ്ടു. And he sat down and waited. എന്നിട്ട് അവൻ അവിടെ ഇരുന്നു, അദ്ദേഹത്തെ കാത്ത് അവിടെ ഇരുന്നു. അല്ലെ, ഏതെങ്കിലും ഒരു പ്രീസ്റ്റ് ഉടനെ തന്നെ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ ബോയ് ആ ടെമ്പിൾ തന്നെ ഇരുന്നു. ഓക്കെ, പിന്നെയോ? Then he noticed, അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത് എന്താണ്? That everything in the temple was grey with dust. Everything in the temple, ആ ടെമ്പിളിലെ എല്ലാ വസ്തുക്കളും grey with dust, അല്ലെ, പൊടി അടിച്ചിരിക്കുക. അല്ലെ, എല്ലാത്തിലും പൊടി അടിച്ചിരിക്കുക. And thickly spun over with cobwebs. അതുപോലെ തന്നെ എന്താണ്? cobwebs, മൊത്തം ചിലന്തി വലകളൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അല്ലെ, so he thought to himself, അവൻ സ്വയം ചിന്തിച്ചു എന്താണ്? That the priest would certainly like to have an acolyte.
ഇവിടുത്തെ പ്രീസ്റ്റിന് എന്തായാലും പുരോഹിതന്മാർക്ക് എന്തായാലും ഒരു അക്കലൈറ്റിനെ ആവശ്യം ഉണ്ടായിരിക്കണം, അല്ലെ? ഒരു സഹായി ആവശ്യം ഉണ്ടായിരിക്കണം. കാര്യം എന്താണ്? ഇതെല്ലാം വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അപ്പൊ ഇതെല്ലാം വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ളവർക്ക് എന്ത് വേണം? ഒരു സഹായി ഉറപ്പായും ആവശ്യം ഉണ്ടായിരിക്കുമെന്ന് അവൻ ചിന്തിച്ചു. പിന്നെയോ, he wondered why they had allowed everything to get so dusty. He wondered, അവൻ അത്ഭുതപ്പെട്ടു പോയി. Why they had allowed everything to get so dusty, അല്ലെ? എല്ലാ വസ്തുക്കളെയും ഇങ്ങനെ ഡസ്റ്റി ആക്കി വെക്കാൻ, ഇങ്ങനെ അഴുക്ക് പിടിപ്പിച്ച് വെക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്നവൻ അത്ഭുതപ്പെട്ടു. വാട്ട് മോസ്റ്റ് പ്ലീസ്ഡ് ഹിം, അവനെ ഏറ്റവും പ്ലീസ് ചെയ്യിപ്പിച്ചത്, ഏറ്റവും സന്തോഷിപ്പിച്ചതായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? However, were some big white screens. അവിടെ കുറെ വൈറ്റ് സ്ക്രീൻസ് ഉണ്ടായിരുന്നു, അല്ലെ? അതിലൊക്കെ അവൻ എന്ത് ചെയ്ത് വെക്കാം? He could paint cats, അല്ലെ? അവന് പൂച്ചകളുടെ പടം വരയ്ക്കാൻ ആവശ്യമുള്ള സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. Though he was tired, അവൻ ടയേർഡ് ആയിരുന്നെങ്കിൽ കൂടിയും എന്താണ്? He looked at once for a writing box, അല്ലെ? അവൻ അവന്റെ റൈറ്റിംഗ് ബോക്സ് ഒന്ന് സെർച്ച് ചെയ്തു. And found out, അല്ലെ? വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു and ground some ink and began to paint cats. എന്നിട്ടോ അതിനങ്ങോട്ട് ഇങ്കൊക്കെ ചേർത്ത് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ക്യാറ്റ്സിനെ പെയിന്റ് ചെയ്യാൻ തുടങ്ങി, അല്ലെ? ബിഗ് സ്ക്രീൻ മുഴുവൻ ക്യാറ്റ്സിനെ പെയിന്റ് ചെയ്യാൻ തുടങ്ങി. He painted a great many cats upon the screens and then he began to feel very, very sleepy. He was just on the point of lying down to sleep beside one of the screens when he suddenly remembered the words, avoid large places, keep it to small. അവൻ എന്ത് ചെയ്തു? He painted a great many cats upon the screens. ആ സ്ക്രീൻസിൽ നിറച്ചവൻ വലിയ വലിയ ക്യാറ്റ്സിന്റെ പിക്ചേഴ്സ് ഡ്രോ ചെയ്തു വെച്ചു. And then he began to feel very, very sleepy, അല്ലെ? അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? നന്നായി ഉറക്കം വരാൻ. He was just on the point of lying down to sleep beside one of the screens. He was just the point of lying down to sleep beside one of the screens. ഏതെങ്കിലും ഒരു സ്ക്രീനിന്റെ ചുവട്ടിൽ അവൻ കിടന്ന് ഉറങ്ങാമെന്ന് അങ്ങോട്ട് വെച്ചതാണ്. But then he remembered, അപ്പോഴാണ് അവൻ ഒരു കാര്യം ഓർത്തത്. എന്താണ്? The words of the priest, അല്ലെ? അവന്റെ പ്രീസ്റ്റിന്റെ ആ വേർഡ്സ് ഓർത്തത്. എന്തായിരുന്നു അവൻ ഓർത്തത്? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ഇറ്റ് ടു സ്മോൾ, അല്ലെ? ലാർജ് പ്ലേസസ്, രാത്രികളിൽ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക, ചെറിയ സ്ഥലങ്ങൾ എന്ത് ചെയ്യുക? തിരഞ്ഞെടുക്കുക എന്നുള്ള പ്രീസ്റ്റിന്റെ അഡ്വൈസ് അവരപ്പോഴാണ് ഓർത്തത്, അല്ലെ? അങ്ങനെ അവൻ എന്ത് ചെയ്തു? നോക്കി അവൻ എന്താ ചെയ്തതെന്ന്. The temple was very large. He was all alone, and as he thought of these words, though he could not quite understand them, he began to feel for the first time a little afraid, and he resolved to look for a small place in which to sleep. He found a little cabinet with a sliding door and went into it and shut himself up. Then he lay down and fell asleep. The temple was very large. ടെമ്പിൾ എങ്ങനെയായിരുന്നു? ഇറ്റ് വാസ് വെരി ലാർജ്, അല്ലെ? വളരെ വലിയ ടെമ്പിളാണ്. ഹി വാസ് ഓൾ അലോൺ. അത് മാത്രമല്ല, അവൻ തീർത്തും ഒറ്റയ്ക്കാണ്. ടെമ്പിളിൽ നിന്ന് മറ്റൊരു മനുഷ്യരും. ആൻഡ് ആസ് ഹി തോട്ട് ഓഫ് ദീസ് വേർഡ്സ്, ഈ വാക്കുകൾ കൂടി, പ്രിയസ്റ്റിന്റെ ഈ വാക്കുകൾ കൂടി ഓർമ്മിച്ചപ്പോൾ, ഹി കുഡ് നോട്ട് ക്വൈറ്റ് അണ്ടർസ്റ്റാൻഡ് ദം, അല്ലെ? അവനത് മനസ്സിലായില്ല എങ്കിൽ പോലും, ഹി ബിഗാൻ ടു ഫീൽ ഫോർ ദ ഫസ്റ്റ് ടൈം എ ലിറ്റിൽ അഫ്രൈഡ്. അവന് കുറച്ച് അഫ്രൈഡ്, ഭയം തോന്നാൻ, അല്ലെ? അപ്പൊ പ്രീസ്റ്റ് പറഞ്ഞത് എന്താണെന്ന് അവൻ ഇതുവരെയും മനസ്സിലായിട്ടില്ല. പക്ഷേ ഈ ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ലാർജ് ടെമ്പിൾ ആണ്. അതുപോലെ തന്നെ അവൻ അവിടെ ഓൾ അലോൺ, അല്ലെ? തീർത്തും ഒറ്റയ്ക്കാണ്. അപ്പൊ പ്രീസ്റ്റ് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല എങ്കിൽ കൂടിയും അവന് ചെറുതായിട്ട് ഭയം വരാൻ തുടങ്ങി. ആൻഡ് ഹി റിസോൾവ് ടു ലുക്ക് ഫോർ എ സ്മാൾ പ്ലേസ് ഇൻ വിച്ച് ടു സ്ലീപ്. അതുകൊണ്ട് തന്നെ അവൻ എന്താണ്? ഉറങ്ങാൻ ഒരു സ്മോൾ പ്ലേസ്, ഒരു ചെറിയ സ്ഥലം അന്വേഷിച്ചു. ഹി ഫൗണ്ട് എ ലിറ്റിൽ ക്യാബിനറ്റ്. അങ്ങനെ അവനൊരു ചെറിയ ക്യാബിനറ്റ് കണ്ടെത്തി. With a sliding door, and went into it and shut himself up. Then he lay down and fall asleep, അല്ലെ? അങ്ങനെ അവനൊരു സ്ലൈഡിംഗ് ഡോർ, അല്ലെ, ഉള്ള ഒരു ക്യാബിനറ്റ് കണ്ടെത്തി. അവനത് തുറന്ന് അതിനകത്ത് കയറി, ചെറിയൊരു ക്യാബിനറ്റിനകത്ത് കയറി എന്താണ്? ഡോറെല്ലാം അടച്ച് അവിടെ കിടന്ന് സുഖമായി ഉറങ്ങും. Very late in the night, he was awakened by a most terrible noise. A noise of fighting and screaming. It was so dreadful that he was afraid even to look through a chink of the little cabinet. He lay very still, holding his breath for the fight. Very late in the night.
അപ്പൊ രാത്രി വളരെ വൈകി, അവൻ നല്ല ഉറക്കത്തിലാണ്. He was awakened, അവൻ ഉണർന്നു. എങ്ങനെയാണ്? ബൈ എ മോസ്റ്റ് ടെറിബിൾ നോയ്സ്, ടെറിബിൾ ആയിട്ടുള്ള നോയ്സ് അല്ലെ, ഭയപ്പെടുത്തുന്ന കുറെ ശബ്ദകോലാഹലങ്ങൾ കേട്ട്, ബഹളങ്ങൾ കേട്ട് അവൻ ഉണർന്നു. എ നോയ്സ് ഓഫ് ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീമിംഗ്. എന്താണ് ആ നോയ്സ്? ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീമിംഗ് അല്ലെ, എന്താണ്? അടിയുടെയും സ്ക്രീമിംഗ്, നിലവിളിയുടെയുമായിട്ടുള്ള ഒരുപാട് ശബ്ദങ്ങൾ അവൻ കേട്ടു. ഇറ്റ് വാസ് സോ ഡ്രെഡ്ഫുൾ, വളരെ ഭയപ്പെടുത്തുന്നതായിരുന്നത് കൊണ്ട് തന്നെ that he was afraid even to look through a chink of the little cabinet. അല്ലെ, ആ ക്യാബിനറ്റിന്റെ ഇടയിലുള്ള ചിങ്കിലൂടെ, ഒരു ഹോളിൽ കൂടി പോലും അവന് പുറത്തേക്ക് നോക്കാൻ ഭയമായിരുന്നു അല്ലെ. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു? he lay very still, അവൻ നിശ്ചലനായി, സ്റ്റിൽ ആയിട്ട് അനങ്ങാതെ കിടന്നു. holding his breath for fright അല്ലെ, എങ്ങനെയാണ്? ഭയത്താൽ holding his breath, അവന്റെ ശ്വാസം അടക്കി പിടിച്ച് അവൻ കിടന്നു. The light that had been in the temple went out, but the awful sounds continued. The light that had been in the temple, ആ ടെമ്പിളിൽ ഉണ്ടായിരുന്ന ലൈറ്റ്, വെളിച്ചം എന്ത് ചെയ്തു? അല്ലെങ്കിൽ ലൈറ്റ് എന്ത് ചെയ്തു? went out അല്ലെ, പോയി. But the awful sounds continued, പക്ഷേ ആ awful ആയിട്ടുള്ള ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. And became more awful, അത് കൂടുതൽ കൂടുതൽ awful ആയി, കൂടുതൽ കൂടുതൽ ഭയപ്പെടുത്തുന്നതായി മാറിക്കൊണ്ടേയിരുന്നു. And all the temple shook അല്ലെ, ആ ടെമ്പിൾ എന്ത് ചെയ്യാണ്? ഷെയ്ക്ക് ചെയ്യാണ്, കുലുങ്ങുകയാണ്. ആഫ്റ്റർ എ ലോങ് ടൈം സൈലൻസ് കെയിം. ആഫ്റ്റർ എ ലോങ് ടൈം, ഒരുപാട് സമയത്തിന് ശേഷം സൈലൻസ് കെയിം, നിശബ്ദത വന്നു. ബട്ട് ദ ബോയ് വാസ് സ്റ്റിൽ അഫ്രൈഡ് ടു മൂവ്. ബട്ട് ദ ബോയ് വാസ് സ്റ്റിൽ അഫ്രൈഡ് ടു മൂവ്. പക്ഷേ ആ പയ്യൻ അപ്പോഴും എന്തായിരുന്നു? അഫ്രൈഡ് ടു മൂവ് അല്ലെ, അവിടെ നിന്ന് പോകാൻ, അവിടെ നിന്ന് എഴുന്നേറ്റ് എന്താണെന്ന് നോക്കാൻ. ഹി വാസ് അഫ്രൈഡ്, അവന് ഭയമാണ്. He did not move until the light of the morning sun shone into the cabinet through the chinks of the little door. അല്ലെ, he did not move until, അവൻ ഏതുവരെ അനങ്ങിയില്ല? the light of the morning sun shone into the cabinet through the chinks of the little door. ആ ഡോറിന്റെ ചിങ്സിലൂടെ മോർണിംഗ് സണ്ണിന്റെ പ്രകാശം ക്യാബിനറ്റിൽ എത്തുന്നത് വരെയും അവൻ അവിടെ നടന്നു. അതായത് പുലർച്ചെ ആകുന്നത് വരെയും അവൻ അവിടെ തന്നെ അതുപോലെ ശ്വാസം അടക്കി പിടിച്ച് കിടന്നു. Then he got out his hiding place very cautiously. Then he got out his hiding place. അവൻ ആ ഹൈഡിംഗ് പ്ലേസിൽ നിന്ന്, ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വളരെ കോഷ്യസ് ആയിട്ട്, വളരെ ശ്രദ്ധയോടുകൂടി പുറത്തേക്ക് ഇറങ്ങി. looked about, എന്നിട്ട് ചുറ്റും നോക്കി. The first thing he saw was that the floor of the temple was covered with blood. The first thing he saw, ആദ്യമായി അവൻ കണ്ടത് എന്തായിരുന്നു? That the floor of the temple അല്ലെ, ആ ടെമ്പിളിന്റെ ഫ്ലോർ എന്ന് വെച്ച് കഴിഞ്ഞാല് was covered with the blood, പൂർണ്ണമായും രക്തത്തിൽ മുങ്ങിക്കിടക്കുക. And then he saw lying dead in the middle of it an enormous monstrous rat, a goblin rat bigger than a cow. And then he saw, പിന്നെ അവൻ കണ്ടു എന്താണ്? lying dead in the middle of it അല്ലെ, അതിന്റെ മധ്യത്തിലായിട്ട് dying dead അല്ലെ, സോറി lying dead, മരിച്ചു കിടക്കുകയാണ്. ആര്? an enormous monstrous rat, an enormous, വളരെ വലിയ, monstrous, ഭീകരനായ ഒരു റാറ്റ് അല്ലെ, ഒരു ഗോബ്ലിൻ റാറ്റ്. ബിഗർ ദാൻ എ കൗ, ഇറ്റ് വാസ് ബിഗർ ദാൻ എ കൗ. എന്തിനേക്കാൾ വലിപ്പം ഉണ്ടായിരുന്നു? ഒരു കൗവിനേക്കാൾ അല്ലെ, ഒരു പശുവിനേക്കാൾ വലിപ്പമുള്ള ഒരു റാറ്റ്. ബട്ട് ഹൂ ഓർ വാട്ട് കുഡ് ഹാവ് കിൽഡ് ഇറ്റ്? ഹൂ, ആര്, അല്ലെങ്കിൽ വാട്ട്, എന്ത്, കുഡ് ഹാവ് കിൽഡ് ഇറ്റ് അല്ലെ, ആരായിരിക്കാം അല്ലെങ്കിൽ എന്തായിരിക്കാം ഇതിനെ കൊന്നിട്ടുണ്ടാവുക? There was no man other creature to be seen അല്ലെ, there was no man or other creature to be seen. അവിടെ ഒരു മനുഷ്യനോ മറ്റൊരു ജന്തുവോ പോലും ഉണ്ടായിട്ടില്ല. Suddenly the boy observed that the mouths of all cats he had drawn in the night before were red and wet with blood. Suddenly he noticed, പെട്ടെന്ന് അവൻ ശ്രദ്ധിച്ചു എന്താണ്? That the mouths of all the cats, എല്ലാ കാറ്റ്സിന്റെയും മൗത്ത് എന്താണ്? That he had drawn the night before, കഴിഞ്ഞ രാത്രി അവൻ വരച്ച ആ ചിത്രത്തിലുള്ള എല്ലാ പൂച്ചകളുടെയും മൗത്ത് അല്ലെ, വായ എന്ന് പറയുന്നത് എന്താണ്? വേർ റെഡ് ആൻഡ് വെറ്റ് വിത്ത് ബ്ലഡ് അല്ലെ, എല്ലാത്തിലും റെഡ്, നല്ല ചുവപ്പ് കളറുണ്ട്. ആൻഡ് വെറ്റ് വിത്ത് ബ്ലഡ് അല്ലെ, എന്താണ്? രക്തം കൊണ്ട് നനഞ്ഞിരിക്കുന്നു. Then he knew that the goblin had been killed by the cats which he had drawn. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, അവൻ വരച്ച ആ പൂച്ചകളാണ് ആരെ കൊന്നിരിക്കുന്നത്? ഈ ഗോബ്ലിൻ റാറ്റിനെ കൊന്നിരിക്കുന്നത്. And then also for the first time അല്ലെ, he understood why the wise old priest had said to him, avoid large places at night. അപ്പോഴാണ് അവന് ആദ്യമായിട്ട് ആ കാര്യം മനസ്സിലായത്. അവന്റെ പ്രീസ്റ്റ് നൽകിയ ഉപദേശം അല്ലെ, രാത്രിയിൽ
വലിയ സ്ഥലങ്ങൾ ഉപേക്ഷിച്ച് ചെറിയ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് അവന്റെ പ്രീസ്റ്റ് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നും അപ്പോൾ മാത്രമാണ് അവന് മനസ്സിലായത്. Afterward, that boy became a very famous artist. Afterwards, അതിനുശേഷം the boy became a very famous artist. അല്ലെ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയി അവൻ മാറി. Some of the cats which he drew are still shown to travelers in Japan. അല്ലെ, ജപ്പാനില് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കെല്ലാം ഇപ്പോഴും അവൻ വരച്ച ക്യാറ്റ്സിന്റെ ചിത്രങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ ആ ചാപ്റ്റർ. അപ്പൊ എന്താണ് ആ ഒരു ചിത്രം എങ്ങനെയാണ് ഒരു വലിയ ആപത്തിൽ നിന്നും എന്താണ് അവനെയും അല്ലെങ്കിൽ ആ നാടിനെയും രക്ഷിച്ചത് എന്നാണ് പഠിച്ചത്. ഓക്കെ, അപ്പോ ഇതിൽ ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാം ടെക്സ്റ്റ് നന്നായി വായിച്ച് ഒന്നുകൂടി വായിച്ച് ആ ക്വസ്റ്റ്യൻസിന്റെ എല്ലാം ആൻസർ നോട്ട്ബുക്കിൽ എഴുതി.